എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുന്നു. തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെയെല്ലാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുക, ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ 1 കൊരിന്ത്യർ 4:20 പറയുന്നു, ദൈവരാജ്യം വചനത്തിൽ അല്ല ശക്തിയാലാണ് നിലനിൽക്കുന്നത്. അപ്പോ വചനത്തിൽ അല്ല ദൈവവചനം നിലനിൽക്കുന്നത്, ശക്തിയാൽ അത്രേ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അത്രേ. ഹല്ലേലൂയ. നിലനിൽക്കുന്നത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയാലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ദൈവരാജ്യം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ വചനം മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ അകത്ത് ആമേൻ വേണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ആമേൻ. അപ്പോസ്തല പ്രവർത്തിക്കകത്ത് പറയുന്നു, വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ആൻഡ് റിസീവ് ദ പവർ ഓഫ് ഗോഡ്. ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തി പ്രാപിക്കുകയും അത് പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ സാക്ഷിയായിരിക്കും. We need the power of God to walk. The power of God is not in the word. The power of God, it is in the Holy Spirit. That the power of God has to be inside us. The kingdom of God is inside us. Hallelujah. ദൈവരാജ്യം നമ്മുടെ അകത്തുള്ളപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്തുണ്ട്. ആത്മാവിൽ നടക്കുക, ആത്മാവിൽ വിവേചിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പാട്ടുപാടുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ആത്മാവ് നയിക്കുന്നവരെല്ലാം ദൈവ മക്കളാൽ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവ മക്കൾ, ഗോഡ്സ് സൺസ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നടക്കാൻ അഭ്യസിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ നടന്നാൽ ആമേൻ, സ്തോത്രം, നമ്മൾ സകല കാര്യങ്ങൾക്കും വിജയകരമായി തീരും. ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി ആമേൻ ഇറങ്ങി തൊടുവാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനത്തിലല്ല, ആമേൻ, ദൈവത്തിന്റെ ശക്തിയിൽ അത്രേ ദൈവരാജ്യമായിരിക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആമേൻ, ഇന്ന് ഈ ആമേൻ ദൈവശക്തി പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് അവകാശമായി മാറട്ടെ. ദൈവത്തിന്റെ രാജ്യത്തിനകത്തായി മാറട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.